പറഞ്ഞു സൈനപ്പിൻ്റെ ഓഫറിൽ ബാഗ്. നമ്മുടെ സൈനപ്പ് എവിടെയാണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ ശക്തൻ്റെ നമ്മളെ ഈ ഫിൽറ്ററിൻ്റെ അടി കൊടു ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ പുറത്ത് പോവുകയാണ്. കാരണം സൈനപ്പിൻ്റെ ഓഫറിൽ ബാഗില്ല കാർഗോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. 500 രൂപയ്ക്ക് അല്ല 1000 രൂപയ്ക്ക് 2 പാൻറ്റ് കിട്ടും. കാർഗോ ആണോ അതറിയില്ല. അവൻ പറഞ്ഞു കീറിയ പട്ടി അടിച്ച പാൻറ്റ് കിട്ടുന്നത് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് വന്ന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. പറഞ്ഞു ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ പോവുകയാണ്. കുഞ്ഞിനെ കൊണ്ടുവന്നില്ല. നമുക്ക് നമ്മുടെ അമ്മച്ചൻ കുക്കു അവിടെ ഇരിക്കുന്നു. കുക്കു ഓട് നോക്ക്. ചുമയാണ്, പനിയാണ് എല്ലാവർക്കും. അപ്പൊ ചേച്ചി പോയിട്ട് വരാട്ടാ. പണ്ടത്തെ പോലെയല്ല ഇപ്പൊ. പട്ടിങ്ങനെ എടുക്കായിരുന്നു. നമ്മുടെ സൈനപ്പ് എവിടെയാണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ ശക്തനിലുള്ള ഡുമാർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം എവിടെയാന്ന്. ഡുമാർട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി. ഡുമാർട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ പോയിട്ട് റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്. ഇങ്ങനെ ബസ് വരുന്ന റൈറ്റിലേക്ക് ഒരു വഴി. ആ റൈറ്റിലത്തെ വഴി കൂടെ പോകും. പിന്നെ ഇവിടെ അടുത്താണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൈനപ്പ് എന്ന് പറഞ്ഞത്. ഇവിടെ സൈനപ്പ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ സൈനപ്പ് ഇത്രേ ഉള്ളൂ ഗൈസ്, സിമ്പിളാണ്. അവനോട് അങ്ങനെ ഞങ്ങൾ സൈനപ്പിൽ എത്തി. അച്ചു പറഞ്ഞ കാർഗോ ജീൻസ് അവിടെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1+1 ഓഫർ ഉണ്ടായിരുന്നു. 1000 റുപ്പീസിന് 2 എണ്ണം കിട്ടും. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി. അപ്പോൾ എനിക്ക് അച്ഛനും കൂടെ എടുക്കാം. പിന്നെ അവിടെ 200 റുപ്പീസിൻ്റെ ഒരുപാട് ടീഷർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ടീഷർട്ട് എടുത്തു. അങ്ങനെ ഞങ്ങൾ സൈനപ്പിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ ഇവിടെ ശക്തനിൽ തന്നെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടേക്ക് പോവാണ്. ബൈ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ സൈനപ്പ്. ഇവിടെ ഒരു മാർട്ടിൻ്റെ അടുത്ത്. നമ്മൾ അവതാർ കാണാൻ പോവുകയാണ്. അവതാർ എങ്ങനെയുണ്ട് എന്നൊന്നും അറിഞ്ഞൂടാ. ചിലവർ പറയുന്നു കാര്യമില്ല. പോവാം കാര്യമില്ല എന്ന് ചിലർ പറയുന്നു. കാര്യമുണ്ടെന്ന് അറിയത്തില്ല. നമ്മളെന്തായാലും ട്രൈ ചെയ്യും. നമ്മൾ വെറുതെ പോയി ഒന്ന് കണ്ടിട്ട് വരാം. എന്തായാലും തൃശ്ശൂർ വരെ വന്നല്ലേ. നമുക്ക് ഇവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. ടിക്കറ്റ് എടുത്ത് നമുക്ക് ഉള്ളിൽ കയറാം. ചിൽഡ്രൻസിന് 80ഉം വലിയവർക്ക് 130 അപ്പോൾ ഫ്രണ്ടിലേക്ക് കയറി പോകണം. നമ്മളെ ഈ ഫിൽറ്ററിൻ്റെ അടി കൊടു. ഇതിനകത്ത് അവതാറിൻ്റെ ഏതെങ്കിലും മനുഷ്യനെ കാണാൻ പറ്റുമോ? നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫ്ലവർ ഷോ പോലെയാണ്. ഇവിടെ നിറച്ച് പൂക്കളായിട്ട്. ഒറിജിനൽ പ്ലാസ്റ്റിക് ആണ്. ഫുള്ള് പ്ലാസ്റ്റിക്. അപ്പുറത്തെ സൈഡിൽ ഇവിടെ എന്തിനാ അറിയില്ല. ഇവിടെ നിറച്ച് പൂക്കൾ വെച്ചിട്ട് വീഡിയോയിൽ കിടക്കുകയാണ്. മീമി
മുതുക അടുത്തത് അതേപോലെ ഇങ്ങനെ മീനുകൾ ഇട്ട് വെച്ചാണ് വെള്ളം. അതോ പിന്നെ ഇവിടെ വരുമ്പോ ഏലിയൻ കുട്ടികളുണ്ട്. പിന്നെ ഇവിടെ കാണിക്കാം. ഇവിടെ നമ്മളെ സ്പേസിൽ പോകുന്ന ആൾക്കാരുണ്ട്. എന്നോട് ചോദിക്കട്ടില്ല അറിയില്ല. അതെ പിന്നെ നമ്മുടെ കൂട്ടുകാര് ഡാഗിനി കുട്ടൂസൻ നമ്മുടെ അവതാറിന്റെ പ്രിയപ്പെട്ട ആൾക്കാരുണ്ട് എല്ലാവർക്കും. എങ്ങനെയുണ്ട്? സൂപ്പറാ. കാറിൽ യൂസ് ചെയ്യാം, ബെഡിൽ ഓഫീസിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അവതാറിന്റെ ആ ഒരു സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇതുപോലെ കുറെ സ്റ്റാളുകളുണ്ട്, നമ്മുടെ പഴയകാല മിഠായികളൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ അവിടെ നിന്നൊരു പുളിമിഠായി വാങ്ങിച്ചു. എങ്ങനെയുണ്ട്? എന്റെ BTS പക്ഷെ ഞാൻ വാങ്ങണില്ല, കാരണം എൻ്റെ ഉണ്ട്. അതാണ് നമ്മൾ കുഞ്ഞാറ്റിക്ക് വാങ്ങിച്ചതാണ്. അപ്പൊ ഇത് ഇനി നമ്മൾ കുഞ്ഞാറ്റിക്ക് വാങ്ങിച്ചതാണിത്. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിലേക്കാണ് പോകുന്നത്. നോക്കട്ടെ. പിന്നെ ഇവിടെ ഫുഡ് കോർട്ടിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്ന സെക്ഷൻ, പിന്നെ പാനിപൂരി, ബേൽപൂരി, പാവ് ബജി, അങ്ങനെ കുറേ സാധനം. പിന്നെ ഇവിടെ ഇങ്ങനെ തട്ടുകടിക്കുണ്ടായിരുന്നു, കപ്പ ബിരിയാണി, പഴംപൊരിയും ബീഫും ബിരിയാണിയും, അങ്ങനെ കുറേ സാധനങ്ങളായിട്ട്. ഞങ്ങൾക്ക് ഇതൊന്നും കഴിക്കാൻ മൂടുണ്ടായിരുന്നില്ല, അത് കാരണം കോളിഫ്ലവർ ഫ്രൈ ചെയ്തതും പിന്നെ ഐസ്ക്രീമാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ ഈ ഐസ്ക്രീമിൽ മുക്കി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പുതിയ കോമ്പിനേഷൻ കണ്ടുപിടിച്ചു, കോളിഫ്ലവർ വറുത്തതും ഐസ്ക്രീമും. പിന്നെ ഇവിടെ അവസാനം ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു സെക്ഷനും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ എക്സിബിഷൻ ഇവിടെ അവസാനിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും ഉള്ളിൽ കയറിയിട്ട് വെള്ളം വാങ്ങിച്ചു കുടിച്ചു, ഒരു കുപ്പി വെള്ളം. നല്ല ദാഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്ത് പോയത് ഈ ചാക്ക് നീക്കിയിട്ടാണ്. ഇത് ഷോർട്ട് കട്ടാണ് പുറത്തേക്ക് പോകാനുള്ളത്. ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവിടെ ആയിട്ട് തന്നെ നമ്മുടെ ബോച്ചയുടെ സഞ്ചരിക്കുന്ന ഓർണമെന്റ്സ് ജ്വല്ലറി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെയും കൂടെ കയറാൻ വിചാരിച്ചാണ് നമ്മൾ അതിനകത്ത് കയറി. അങ്ങനെ അതിന്റെ അകത്ത് കയറിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ 2 സ്റ്റാഫുകളാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടുത്തെ ചേട്ടന്മാരെയൊക്കെ പരിചയപ്പെട്ടു. നല്ല സെലക്ഷനുകളൊക്കെ ഉണ്ട് അവിടെ. അവിടെ കൂടുതൽ സിൽവറിന്റെ കളക്ഷനാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ഈ സഞ്ചരിക്കുന്ന ജ്വല്ലറി 1 മാസം കഴിഞ്ഞാൽ കൊച്ചിയിലേക്ക് പോകും. 1 മാസം വരെ ഇവിടെ ഉണ്ടാവും. എനിക്ക് ഈ സിൽവർ ഓർണമെന്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനൊരു സെക്കൻഡ് സ്റ്റഡ് നോക്കിയായിരുന്നു, പക്ഷെ വലിപ്പം കൂടുതലായിരുന്നു. എനിക്കൊരു ചെറുതായിരുന്നു വേണ്ടത്, അതവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് ബ്രേസ്ലെറ്റ്സിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ട് ആയിട്ടുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
പ്ലേറ്റിംഗ് ആണോ ഇത്? റോസ് പ്ലേറ്റിംഗ് വരുന്നതാണ്. പിന്നെ അവിടെ കുറേ സ്റ്റോൺ വെച്ചിട്ടുള്ള റിങ്സ് ഉണ്ടായിരുന്നു, റൂബി അങ്ങനെ ഓരോ സ്റ്റോണുകളൊക്കെ വെച്ചിട്ട്. അങ്ങനെ അവിടെ മൊത്തം എല്ലാം കണ്ട് ഞങ്ങൾക്ക് അവിടേക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അവിടുന്ന്. ശരി ബൈ. പിന്നെ പോണ വഴിക്ക് നമ്മുടെ ലവ് ബേർഡ്സിന് തീറ്റ വാങ്ങണമായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഇന്ത്യൻ വെജിറ്റബിളിൽ കയറിയിട്ട് ചാമ വാങ്ങിച്ചു. നമ്മുടെ വീടെത്തി. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് നമ്മൾ നമ്മുടെ ഏവാൻസ് സംഭവം നോക്കാൻ പോവാണ്. അല്ലല്ല ചെറിയ ഇതിലേതാണ്ട് എനിക്ക് അപ്പൊ തീരുമാനിക്കണം. ഇതിലേതാണ്ട് പച്ചമണി നാടകം ഇത് ഇത്തിരി വലുതല്ലേ? അച്ചുട്ട് നോക്കട്ടെ. അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റും കുക്കും കൂടെ ഇങ്ങനെ ഒരേ പോലത്തെ ടീഷർട്ട് ഇട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ 2-3 ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.